അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഖൈറും ബർക്കത്തും നിഅമത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, ക്ഷോഭങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ രാജ്യത്തെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഉണ്ടായ ദുരന്തത്തിൽ 394 ആളുകൾ മരണപ്പെട്ടു. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ 154 ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, ഇതൊക്കെ ഇന്നലെ സംസ്കരിച്ചു എന്ന് നമുക്ക് വളരെ വേദനയോടുകൂടി അറിയാൻ കഴിഞ്ഞു. മരണപ്പെട്ട മുഴുവൻ വിശ്വാസികൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി ജീവിതത്തിൽ ചെയ്തതായിരിക്കുന്ന മുഴുവൻ നന്മകളും അല്ലാഹു സ്വീകരിച്ച് ഉന്നതമായ ഷഹാദത്തിൻ്റെ പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാം നഷ്ടപ്പെട്ട് ദുരിതത്തിൽ കഴിയുന്നതായ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അല്ലാഹു മനസ്സമാധാനവും ക്ഷമയും മനക്കരുത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവർക്ക് വീണ്ടും ആദ്യത്തേതുപോലുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അത്തരം ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ക്ഷമ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റഹും, തീർച്ചയായിട്ടും ക്ഷമാശീലരായിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുന്നതാണ് അജ്റഹും, അവരെ കൂലി, ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ, അളക്കാതെയും തൂക്കാതെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത് ക്ഷമക്കാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ 2-3 തരമുണ്ട്. ഒന്ന്, അള്ളാഹുവിന് വഴിപ്പെടുന്നതിൻ്റെ മേലിലുള്ള ക്ഷമ, അതും ക്ഷമയാണ്. പാപങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക. പലരും തെറ്റ് ചെയ്തുകൊണ്ട് താന്തോന്നികളായി ജീവിക്കുമ്പോൾ അതിലൊന്നും പെടാതെ അതിനെ തൊട്ട് ക്ഷമിച്ച് നിൽക്കുക, അതും ക്ഷമയുടെ ഭാഗമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ, ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ, അതനുഭവിക്കുമ്പോൾ അതിൽ ക്ഷമ കൈക്കൊള്ളുക, അതും ക്ഷമയുടെ ഭാഗമാണ്. ഇതിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം അതിന് കയ്യും കണക്കുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തുൻസബുൽ മവാസീന യൗമൽ ഖിയാമത്തി ലിഅഹ്ലി സ്വലാത്തി വസ്സദഖത്തി വൽ ഹജ്ജ്. ഖിയാമത്ത് നാളിൽ നിസ്കാരക്കാർക്കും സദഖ ചെയ്തവർക്കും ഹജ്ജ് ചെയ്തവർക്കും അല്ലാഹു മീസാൻ എന്ന് പറഞ്ഞ തുലാസിനെ അവിടെ നാട്ടപ്പെടും. എന്നിട്ട് തൂക്കിയിട്ട് ഫയൂഫൂന ബിഹ ഉജൂറഹും, അവരെ കൂലി അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും. വലാ തുൻസബു ലിഅഹ്ലിൽ ബലായി, പരീക്ഷണത്തിന് വിധേയമായ ആളുകൾക്ക് അല്ലാഹു മീസാൻ എന്താവുകയില്ല, നാട്ടപ്പെടുകയില്ല. ബൽ യുസബ്ബു അലൈഹിമുൽ അജ്റു സബ്ബ, അവരെ മേൽ അല്ലാഹു പ്രതിഫലം കോരി ചൊരിഞ്ഞങ്ങ് കൊടുക്കും, വാരി കൊടുക്കും, കണക്കുമില്ല തൂക്കമില്ല. ഇത് കാണുമ്പോൾ ഹത്താ യതമന്ന അഹ്ലുൽ ആഫിയത്തി ഫി ദുനിയ, ദുനിയാവിൽ ആഫിയത്ത് കിട്ടിയ ആളുകൾ, പരീക്ഷണമില്ലാതെ ജീവിച്ച ആളുകൾ ആഗ്രഹിച്ചു പോകും, അന്ന അജസാദവും, തീർച്ചയായിട്ടും അവരെ ശരീരങ്ങൾ തുഖറളു ബിൽ മഖാരീളി, കത്രികകളെ കൊണ്ട് കഷ്ണമാക്കിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്കും ഈ പ്രതിഫലം കിട്ടുമായിരുന്നല്ലോ എന്ന് ആഗ്രഹിച്ചു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മിമ്മാ യദ്ഹബു ബിഹി അഹ്ലുൽ ബലായി മിനൽ ഫളി, പരീക്ഷണത്തിൻ്റെ ആളുകൾ പ്രതിഫലം കൊണ്ടുപോകുന്ന സവിശേഷതകൾ വാരിക്കൂട്ടുന്നത് കാണുമ്പോൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനോട് പരീക്ഷണങ്ങൾ ചോദിച്ചു വാങ്ങാൻ പാടില്ല. കാരണം പരീക്ഷണത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞത് അതിസാഹസികമാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുമ്പോൾ അള്ളാഹുവിനോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും ഉണ്ടാവാതെ, അള്ളാഹുവിൻ്റെ വിധിയാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു, തൃപ്തിപ്പെടുന്നു എന്നുള്ള മനസ്സ് വേണം. അപ്പോഴുള്ളൂ പരീക്ഷണത്തിൽ വിജയിക്കുക. അങ്ങനെ വിജയിക്കുന്നവർക്കാണ് ഈ പ്രതിഫലം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ആഫിയത്താണ് ചോദിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഈ ഭൗതികമായ ലോകത്ത്
ഈമാനും യഖീനും കിട്ടിയതിന് ശേഷം ഏറ്റവും അവന് കിട്ടുന്ന നിഅമത്താണ് ആഫിയത്ത് എന്ന് പറയുന്നത്. അഫുവും ആഫിയത്തും ചോദിക്കാൻ നബി നിർദ്ദേശിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അഫുവും ആഫിയത്തും നൽകി അള്ളാഹുവിനറിഞ്ഞ് ഇബാദത്ത് ചെയ്ത് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.